നമുക്കൊപ്പം അനുമോദ് കൂടി ചേരുന്നുണ്ട്. അനുമോദ് ഈ സ്റ്റേഡിയത്തിന്റെ മറ്റൊരു ഭാഗത്തുണ്ട്. അവിടെയും കൗണ്ടറിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. ആളുകൾ വലിയ ആവേശത്തിൽ തന്നെയാണ്. അനുമോദ്, എന്തായാലും ഒരു പിറന്നാൾ സമ്മാനം പ്രതീക്ഷിക്കുന്നുണ്ട്. ഗോൾ മഴയാണ് പ്രതീക്ഷിക്കുന്നത്. ഫൈനലിലേക്കുള്ള കേരളത്തിന്റെ വരവ് ഗോൾ മഴയിലൂടെയായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രഡിക്ഷൻസ് അവർ പറയുന്നത് തന്നെ 6-0 അതിന് മുകളിലൊക്കെയുള്ള കണക്കുകളാണ് അവരുടെ സ്വപ്നമായിരിക്കുന്നത്. എത്രത്തോളം ആവേശത്തിലാണ് അവിടെ കാണികൾ? രേണുക, മലപ്പുറത്തിന്റെ പന്ത് പെരുന്നാളാണെന്ന്. ഞാനിപ്പോൾ ഇവിടുത്തെ കൗണ്ടർ നമ്പർ 1 മുൻപിലാണ് ഞാൻ നിൽക്കുന്നത്. ഞാൻ ഈ നിൽക്കുന്ന വരിയുടെ ഒരു നീളം ആദ്യം കാണിച്ചു തരാം. അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം മലപ്പുറം എത്രമാത്രം ആവേശത്തിലാണെന്ന്. ഞാൻ ഈ വരിയുടെ ഇങ്ങേ അറ്റത്താണ് നിൽക്കുന്നത്. ഇവിടെ നിന്നും നീണ്ട് കിടക്കുകയാണ് വരി. ഏകദേശം 4 മണിക്ക് ടിക്കറ്റ് കൊടുക്കാൻ തുടങ്ങിയാൽ തന്നെ മണിക്കൂറുകളോളം ആളുകൾക്ക് ടിക്കറ്റ് എടുക്കാൻ കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം. അത്രമാത്രം തിരക്ക്. ഈ ഗ്രൗണ്ടിന്റെ 4 ഭാഗത്തായിട്ട് 4 കൗണ്ടറുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. 4 കൗണ്ടറുകളിലും ഇതുപോലെ വരികൾ നീണ്ടു കിടക്കുകയാണ്. അത്രമാത്രം വലിയ ഒരു തിരക്കാണ് നമ്മൾ ഇവിടെ അനുഭവപ്പെടുന്നത്. എവിടുന്നാ വരുന്നത്? തിരൂര്. എന്താണ് മഴക്കാരുണ്ടോ? പണിയാവോ? അറിയില്ല. എന്താണ് നിങ്ങളെ പ്രതീക്ഷ? കേരളം ജയിക്കട്ടെ. തിരൂരിന്നാണ് വരുന്നത്? അല്ല, ഞങ്ങള് വണ്ടൂരിന്ന്. എന്താണ് എത്ര ഗോളിൽ ജയിക്കുന്നത്? നിങ്ങളെ കണക്കൂടല് ഇന്ന് ഒരു 3 ഗോളിലെങ്കിലും ജയിക്കും. 3 ഗോളെങ്കിലും മിനിമം ജയിക്കും. എവിടുന്ന് വരുന്നു? വണ്ടൂരിന്ന്. ഒരുപാട് നേരത്തെ വന്നാലും വരി നിൽക്കേണ്ടി വന്നു അല്ലേ? അതെ. എങ്ങനെയാണ് നിങ്ങളെ എന്താണ് പ്രതീക്ഷിക്കുന്നത്? കേരളം ജയിക്കും. നമുക്ക് ഇവിടെ പലരും ഒരുപാട് ദൂരെ നിന്ന് വന്ന ആളുകളൊക്കെയാണ്. എവിടുന്ന വരുന്നത് ചേട്ടാ? കോട്ടക്കൽ. എങ്ങനെയാണ് നിങ്ങൾ മുമ്പ് കളിയാടാൻ വന്നിരുന്നു? അന്നത്തെ തിരക്ക് ഇന്നാണ് കൂടുതൽ തിരക്കുള്ളത്. എങ്ങനെയാണ് നിങ്ങളൊരു പ്രതീക്ഷ? കേരളം ജയിക്കണം എന്നുള്ള എല്ലാവരും ഉണ്ട്. നിലമ്പൂര്. ഫാമിലി ആയിട്ടാണല്ലേ? അതെ. വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്? നല്ല തിരക്കുണ്ട്. കേരളം എത്ര ഗോൾ ഒരു കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ 7 ഗോളൊക്കെ പ്രതീക്ഷിക്കുന്നു. ഭൂരിപക്ഷം തന്നെയാണ്. കേരളം ജയിക്കും 1-2-3. രേണുക, നമുക്ക് ഇവിടെ ഈ ദൃശ്യങ്ങളിൽ കാണാം വലിയ ഒരു തിരക്ക് നമുക്ക് ഈ ഒരു സ്ഥലത്ത് മാത്രം തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. എവിടെ നിന്ന് ചേട്ടാ? ഇവിടെ തന്നെയാ. എങ്ങനെയാണ് എത്ര ഗോൾ ജയിക്കും കേരളം? കേരളം 4 ഗോളിന് ജയിക്കും. ഉറപ്പാണ്. 4 ഗോളിന് അതങ്ങനെ പ്രതീക്ഷ. നമ്മളെ ടീമിന്റെ ഏറ്റവും വലിയ കരുത്ത് നിങ്ങളെ പോലുള്ള ആരാധകരാണെന്നാണ് ടീമിന്റെ ക്യാപ്റ്റൻ വരെ പറയുന്നത്. എങ്ങനെയായിരിക്കും ടീമിന് സപ്പോർട്ട് കൊടുക്കുന്നത്? നല്ല സപ്പോർട്ടാണ്. 2-1 ജയിക്കും. എല്ലാവർക്കും ജയത്തിന്റെ കാര്യത്തിൽ ഒരു സംശയവുമില്ല. കേരളം ബംഗാളിനെ മറികടക്കും. ആദ്യ റൗണ്ടിൽ നേടിയ വിജയം അതിനേക്കാൾ തിളക്കത്തോടെ ആവർത്തിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ് മലപ്പുറത്തെത്തിയവര്. എങ്ങനെയാണ് ഇന്ന് പന്ത് പെരുന്നാളാണല്ലോ അല്ലേ? അതെ, ഇന്ന് പെരുന്നാൾ. നാളെ പന്ത് പെരുന്നാൾ. എങ്ങനെയാണ് നിങ്ങൾ ആഘോഷിക്കുന്നത്? ഇന്ന് കളി നമ്മൾ ജയിക്കും. നമ്മുടെ ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നു. മഞ്ഞ. എന്തായാലും കാലാവസ്ഥ അല്പം മഴയുടെ സാധ്യതയുണ്ട്. പക്ഷെ മഴയുടെ ഒരു പേടിയൊന്നും ഇവിടെയുള്ള മഴയൊന്നും കളി മുടക്കില്ല എന്നൊരു ഉറച്ച പ്രതീക്ഷ അല്ലേ? മഴ എന്ത് പ്രശ്നം? ഗോൾ മഴ. എടുക. നമുക്ക് ഈ ഒരു വരിയുടെ അങ്ങേ വശത്തേക്കൂടെ കടന്നു പോവാം. അപ്പോഴാണ് ഈ ഒരു വരി പാമ്പ് കിടക്കും പോലെ നീണ്ടു കിടക്കുകയാണ് അവിടേക്ക്. അത്രയേറെ തിരക്ക്. മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ജനത്തിരക്കേറിയ, ഏറ്റവും കാണികൾ എത്തിച്ചേരുന്ന ദിവസം ഇതാണ്. 4 മണിക്കാണ് കൗണ്ടറിൽ ടിക്കറ്റ് കൊടുക്കാൻ ആരംഭിക്കുക. പക്ഷേ 2 മണി മുതൽ തന്നെ ഇവിടെ കൗണ്ടറിന്റെ മുൻപിൽ തിരക്ക് ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് ഈ കൗണ്ടറിന്റെ ഏറ്റവും മുൻപിലുള്ള ആളുകളോട് ചോദിക്കാം അവരെപ്പോ വന്നതാണെന്നും എത്ര മണിക്കാണ് എത്തിയതും. നിങ്ങൾ എപ്പോഴാണ് എത്തിയത് ഇവിടെ? 1 മണിക്ക്. 1 മണിക്ക് എത്തിയതാണ്. കളി തുടങ്ങാൻ 8 മണിയാണ്. 7 മണിക്കൂർ മുമ്പ് ടിക്കറ്റിന് വേണ്ടി ഇവിടെ വന്നിരുന്നു. എവിടുന്ന് വന്നത്? മലപ്പുറത്ത് തന്നെ. ഇത്രയും സമയം കാത്തു നിൽക്കാൻ മടുപ്പ് വരുന്നുണ്ടോ? ഇല്ല, കളിയോടുള്ള ആവേശം. മടുപ്പില്ല. കളി ഞങ്ങളെ ആവേശമല്ലേ? ആവേശമാണ്. എത്ര മണിക്കൂർ കാത്തിരിക്കും? എത്ര മണിക്കൂർ കളി കഴിയുന്നവരെ? മഴക്കാരൊക്കെ കാണുമ്പോ തോന്നുന്നു ഒരു പണിയായാലും ഞങ്ങൾ കാത്തിരിക്കും. ഇന്നിപ്പോ നമ്മളെ പന്ത് പെരുന്നാളാണല്ലോ അല്ലേ? അതെ. നാളെയാണ് പെരുന്നാള്. ഇന്ന് നമ്മളെ മലപ്പുറത്തിന്റെ പെരുന്നാൾ. ഇന്ന് എന്തായാലും കേരളം കപ്പെടുക്കും. അതിന്റെ ലക്ഷണമാണ് മഴ. അതിന് മുന്നോടിയാണ്. ഇതാണ് നമുക്ക് മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിലെ ഒരു കൗണ്ടറിൽ നിന്ന് മാത്രം കാണാൻ കഴിയുന്ന കാര്യം. 1 മണിക്ക് മുൻപേ എത്തിച്ചേർന്ന്, അതായത് മത്സരം തുടങ്ങുന്നതിന് 7 മണിക്കൂറുകൾക്ക് മുൻപേ ടിക്കറ്റിന് വേണ്ടി ആളുകൾ മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ഒരു ആവേശം, ഈ ഒരു ഊർജം ഇത് കേരളത്തിൽ മറ്റെവിടെയും കാണാൻ സാധിക്കില്ല. സന്തോഷ് ട്രോഫി ഫൈനലിന്റെ ആവേശത്തിലാണ് മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയം.
രേണുക. തീർച്ചയായും എന്തായാലും ആവേശത്തിമിർപ്പിലാണ് മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയം. ആളുകൾ മണിക്കൂറുകൾക്ക് മുൻപേ എത്തി തുടങ്ങിയിരിക്കുന്നു. ഇന്നൊരു ജീവൻ മരണ പോരാട്ടമാണ് ആ സ്റ്റേഡിയം പ്രതീക്ഷിക്കുന്നത്. ഗോൾ മഴ പെയ്യുമെന്ന് പ്രതീക്ഷിച്ച് കാണികൾ എത്തിയിരിക്കുകയാണ്. എന്തായാലും ഈ കാണികളായിരിക്കും കേരള ടീമിന്റെ അസറ്റ്, അവരുടെ ആരവങ്ങളായിരിക്കും കേരള ടീമിന്റെ ഊർജ്ജം എന്ന കാര്യത്തിൽ സംശയമില്ല. ജോയ് നായരും CV അനുമോദുമാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം.